നമസ്കാരം. പലപ്പോഴും പല എംപ്ലോയീസും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ബോസിനോട് ഈ കാര്യം പറയുക, എന്നെക്കുറിച്ച് പുള്ളി കഴിവില്ലാത്തവനാണെന്ന് വിചാരിക്കില്ലേ, അല്ലെങ്കിൽ പുള്ളിക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമോ, എൻ്റെ ജോലി ഇത് ബാധിക്കുമോ എന്നുള്ള ടെൻഷൻസ് എല്ലാം. ബോസിനോട് നമ്മൾക്ക് എങ്ങനെയാണ് ബോസിനെ നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ബോസിനെ എങ്ങനെ നമുക്ക് കയ്യിലെടുക്കാം എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞത് ബോസിനെയും കമ്പനിയെയും വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് എന്തുകൊണ്ട് കമ്പനി തീരുമാനങ്ങൾ എടുക്കുന്നു, എന്താണ് ഈ ഒരു കാര്യം, ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള കാരണം എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷവും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതിനെ റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള സജഷൻസ് കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഡിപ്പെൻഡബിൾ ആകാതിരിക്കുക. ബോസിനോട് ചോദിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കാതെ സ്വന്തം തീരുമാനങ്ങളിലും അല്ലെങ്കിൽ സ്വന്തം ഇനീഷ്യേറ്റീവുകൾ എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പലപ്പോഴും എല്ലാവരും വിചാരിക്കും, ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്താൽ അത് ശരിയാകുമോ. എന്താണ് അവിടെ സംഭവിക്കുക? 3 കാര്യങ്ങളെ സംഭവിക്കുകയുള്ളൂ. ഒന്നില്ലെങ്കിൽ ബോസ് പറയുമ്പോൾ ഇത് ശരിയാകില്ല, ഇത് നിങ്ങൾ തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ തിരുത്തേണ്ടത് തന്നെയാണ്. ഇല്ലെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. മൂന്നാമത് പുള്ളി ചിലപ്പോൾ അതിനെക്കുറിച്ച് മൈൻഡ് ചെയ്യില്ല, ഓക്കെ അത് നടന്നല്ലോ. ശരിക്കും ഡിപ്പെൻഡബിൾ അല്ലാത്തൊരു എംപ്ലോയിയാണ് ഏതൊരു ഓർഗനൈസേഷനും ആഗ്രഹിക്കുന്നത്. അത് നിങ്ങളുടെ വാല്യൂ കൂട്ടുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളുടെ സാമ്പാർ പൊടി നല്ലതല്ല എന്ന് പറയുന്നതിന് പകരം നമ്മുടെ സാമ്പാർ പൊടി എങ്ങനെ നന്നാക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രൊഡക്റ്റ് എങ്ങനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാം എന്നുള്ള ഡിസ്കഷനുകളാണ് എല്ലാവരും ഇഷ്ടപ്പെടുക. കാരണം ഒരു കൂട്ടത്തിൽ വെച്ച് നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബോസിന് അറിയാമായിരിക്കും നിങ്ങളുടെ ഈ സാമ്പാർ പൊടി അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റിന് ഇന്നൊരു പോരായ്മയുണ്ട് എന്നറിയാമെങ്കിൽ പോലും നിങ്ങൾ എതിർക്കേണ്ടതായിട്ട് വരും. കാരണം ആ ടീമിനെ തന്നെയോ അല്ലെങ്കിൽ ടീമിൻ്റെ ടോട്ടൽ മൂഡിനെ തന്നെയോ നെഗറ്റീവ് ആക്കുന്ന രീതിയിലായിരിക്കും നിങ്ങളുടെ ക്രിറ്റിസിസം വരിക. നാലാമത്തേതായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് മാത്രം സംസാരിക്കുക. ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഒരു അഭിപ്രായത്തിന് എപ്പോഴും വാല്യൂ ഉണ്ടാവും. ഇതെല്ലാം കൂടാതെ ബോസിനെ കയ്യിലെടുക്കാൻ 5ാമത്തെ ടിപ്പുണ്ട്, ഒരു സ്പെഷ്യൽ ടിപ്പ്. അതായത് ഏതൊരു ബോസിനും ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ടാവും. അത് ചിലപ്പോൾ യോഗയാവാം, അല്ലെങ്കിൽ സ്പോർട്സ് ആവാം, സിനിമയാവാം. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിനെക്കുറിച്ച് ബോസിനോട് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അവർ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു ബോസിനെ നമുക്ക് നല്ല രീതിയിൽ കയ്യിലെടുക്കാം. എന്ത് സംഭവിക്കുമെന്നോ തെറ്റ് വരുമോന്നോ അങ്ങനെ ഒരു പേടിയില്ലാതെ ബോസുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ബോസിനെ നിങ്ങൾക്ക് കയ്യിലെടുക്കണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.